അരിട്ടപ്പാറ എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഏറ്റുകൊടുക്കുന്നുണ്ട്. അവിടെ 2 കാളകൾ തമ്മിലുള്ള രൂപമുണ്ട്. ഇവിടെ കുറേ രൂപമുണ്ട്. 2 കാളയും 2 മനുഷ്യനും മാനും പിന്നെ കുറേ രൂപങ്ങൾ സൈഡിലായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 മനുഷ്യരുടെ രൂപം കാണുന്നത് വേറാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ കൈകൾക്ക് പ്രത്യേകതയുണ്ട്. കൈക്ക് വലിപ്പം അധികമാണ് കൈപ്പത്തികൾക്ക്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ തെയ്യങ്ങൾ കാണാറില്ലേ, കുടിക്കാൻ നല്ല പോലെ. അപ്പോൾ അതുപോലത്തെ രൂപം നമുക്ക് ഇത് കാണാൻ സാധിക്കും. കാരണം കൈപ്പത്തികൾക്ക് വലിപ്പം കാണുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ഈ തീയോല കൊണ്ട് പ്രത്യേക രൂപം ഉണ്ടാക്കി കൈക്ക് അണിയാറുണ്ട് കുടിക്കാൻ തെയ്യം പോലത്തെ തെയ്യങ്ങൾ. അപ്പോൾ അതുപോലെ മുഖത്തിന് മുഖപ്പാടണിഞ്ഞ പോലത്തെ രൂപത്തിലാണ് മുഖം വലുതായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിഗമനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് എല്ലാ വർഷവും ഇങ്ങനെ അരിത്രാവുന്നൊരു ചടങ്ങുണ്ട്, അരിത്രാവുന്ന ചടങ്ങുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഇവിടെ മാത്രമല്ല, നേരെ നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ എടത്തോട് അവിടെ ഒരു നരവത്തമ്പലമുണ്ട്. അവിടെ അരിത്രാവൽ ചടങ്ങുണ്ട്. അതിന് തൊട്ടടുത്ത് ഇതുപോലെ തന്നെ കുറേ എന്താണ് മാർക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ കാൽപ്പാടുകളുണ്ട്. കാഞ്ഞിരപ്പൊയിൽ പള്ളത്തിനുള്ളിൽ കാൽപ്പാടുകൾ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പള്ളത്തിൽ ആദ്യത്തെ മഴ വരുമ്പോൾ തന്നെ മഴവെള്ളം അതിന് മുകളിലൊരു ശരിക്കൊരു കവർ ചെയ്ത് നിൽക്കും. പിന്നെ അടുത്ത മഴത്തുള്ള അതിന് മുകളിലേക്ക് വീഴില്ല. വീണാൽ മാത്രമേ അതിന് പോറലിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൊല്ലമായിട്ട് നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം. പക്ഷേ ഈ കാലത്ത് അടുത്ത കാലത്ത് ഇപ്പോൾ വെള്ളം വറ്റിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് വന്നാലും ഇവിടെ വെള്ളം ഉണ്ടാകാറുണ്ട്. കാരണം ഇവിടെ കുറേ കഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ പുറത്തെല്ലാം സോളാർ വർക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെയെല്ലാം ഇഷ്ടംപോലെ ഈ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്മാരകമാണ് ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ഏരിയ എത്ര മാറ്റിവെച്ചത് ഒരു കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ശിവമോഗയിൽ അവലക്കിപ്പാറ എന്നറിയപ്പെടുന്നുണ്ട്. അവിടെ അവല് ത്രാവുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഇവിടെ അരിയിട്ട പറയുകയാണെങ്കിൽ അവിടെ അവലക്കിപ്പാറയാണ്. അവിടെ ഇത് രൂപങ്ങളുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, മനുഷ്യരൂപം അവിടെയും കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എല്ലാവരും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ഒരു സ്മാരകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ പഴയകാലത്തിൻ്റെ പഴയകാലത്തുകൾ വെളിച്ചം വീശുന്നവയാണ് ഇതുപോലുള്ള ഈ റോക്ക് ആർട്ടുകൾ, ശിലാചിത്രങ്ങൾ. അപ്പോൾ ഈ പശുവിന് മുമ്പ് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഈ ഒരു ആൾക്കാർ. ഇത് മാത്രമല്ല ഇവിടുത്തെ പാറ പ്രത്യേകം അറിയും, കാട് പാറയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ പള്ളം എന്ത് ചെയ്യുന്നത്, പള്ളം നവീകരിക്കാൻ വേണ്ടി പള്ളത്തിന് നേരെ അടിയിൽ മാന്തും, JCB കൊണ്ട് മാന്തും. എന്താ സംഭവിക്കുക, ഈ മുകളിലത്തെ ലെയർ ഒരു ചെറിയ 1 അടി 2 അടി ലെയറേ ഉണ്ടാവും. അതുപോലെ വെള്ളം അവിടെ നിൽക്കില്ല. അങ്ങനെ പല വെള്ളത്തിലും മാന്തിയ പിന്നെ വെള്ളം നിൽക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഈ പാറകൾ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പാറ ഭയങ്കര ഹാർഡാണ്. 1994-5 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കളരിപ്പായിട്ട് ബാൻ ചെയ്തു. കാരണം അവർക്ക് കളരിയെ ഭയമായിരുന്നു. കാരണം ഇവിടെ എല്ലാ ജാതിക്കും കളരിയുണ്ട്. വണ്ണാത്തൻ കാസ്റ്റിനുണ്ട്, മണിയാണി കാസ്റ്റിനുണ്ട്, കൊശവ കാസ്റ്റിനുണ്ട്, നായേഴ്സിനുണ്ട്, ഏകദേശം എല്ലാ കാസ്റ്റിനും കളരികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആയോധന രീതിയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഇവരെ ചെറുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പറയപ്പെടുന്നത്. ചില പറയാറുണ്ട് നമ്മുടെ സ്വർണ്ണമാണ് തിരുവനന്തപുരത്തുള്ളതെന്ന് പറയാറുണ്ട്. കാരണം മുമ്പ് 1731 ഇങ്ങോട്ട് ഇക്കേ നായക്കന്മാർ കടന്നു വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1731 വരെ ശ്രമിച്ചതിന് തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ 1731 പോസ്റ്റർ ഫോർട്ട് കെട്ടി. പിന്നെ അവരിങ്ങോട്ട് കടന്നു വരുമ്പോൾ 1733 സംഭവിച്ചു, അനന്തപത്മനാഭൻ്റെ വിഗ്രഹം ഉണ്ടാക്കി. ഇവിടെ കറസ്പോണ്ടിങ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 1731 ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഫോർട്ട് കെട്ടുന്നു, ജയസിംഹ രാജാവിനെ തോൽപ്പിക്കുന്നു. രാജാവിന് മുമ്പ് എന്ത് സംഭവിക്കുന്നു, രാജാവിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട് സമ്പന്നന്മാർ മൊത്തം പണവുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. 1733 ഈ കടും സർക്കാർ കൊണ്ട് കിടക്കുന്ന രൂപം ഉണ്ടാക്കി. കാരണം അത്രയ്ക്ക് നീളത്തിലാണ് ഉണ്ടാക്കിയത്. കാരണം അങ്ങനെ വിഗ്രഹം നേരെയുള്ള ചെറിയ വിഗ്രഹമല്ല, കിടക്കുന്ന വിഗ്രഹമാണ് അവിടെയുള്ളത്. അപ്പോൾ ഒരു 10 മീറ്റർ കൊണ്ട് ഏരിയ കവർ ചെയ്യപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. വിഗ്രഹം ഒരിക്കലും മാറ്റപ്പെടുകയില്ലല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കിയാൽ പല ബന്ധവും കാണാൻ വേണ്ടി പറ്റും. കാരണം അവിടുത്തെ പൂജാരിമാർ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നാലിലത്തപ്പെട്ട നമ്പൂരിമാരാണ്. ആലമ്പാടിയില്ലം പോലുള്ള മടിക്കയിലുണ്ടല്ലോ ആലമ്പാടിയില്ലം. അപ്പോൾ അവിടുത്തെ ആളാണ് അവിടെ തന്ത്രിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ തന്ത്രിമാർ ഇവിടുന്ന് പോയ ആൾക്കാരാണ്. അങ്ങനെ കുറേ